സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ. സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ. മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. യേശുവേ ജീവിതം പൂർണ്ണമായി കരങ്ങളിൽ. യേശുവേ ജീവിതം പൂർണ്ണമായി. എന്താ കൈവച്ച അനുഭവപ്പെട്ടു? എന്തോ ഒരു ശക്തി ഉള്ളിട്ട് തന്നെ പോലെ, പിന്നെ ഉള്ളിൽ നിന്നെന്തോ പോണ പോലെ, ഉള്ളിൽ നിന്ന് എന്തോ പോകുന്ന പോലെ തോന്നി. മോൻ എന്തോ വിഷയമായിട്ടാ വന്നേ? ഒന്നിനും കോൺഫിഡൻസ് ഇല്ല, ഒരു കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഇല്ല. അവൻ മെക്കാനിക്കൽ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരുന്നത്, പഠിക്കണം. +2 മുതൽ അവന് പ്രശ്നക്കാരൻ, സ്കൂളിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ ഇത് ടൂൾ ആൻഡ് ഡേ പഠിക്കാൻ പോയപ്പോൾ അവിടെയും പഠിക്കില്ല, മദ്യപിച്ച് ഹോസ്റ്റലൊക്കെ പ്രശ്നം. എപ്പോഴും പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി പിന്നെ ഓർത്ത് വിഷമിച്ച്. ഇപ്പം മോൻ എന്തോ തോന്നുന്നു? വന്നോ നല്ലതായെന്ന് തോന്നുന്നു അതോ വേണ്ടായിരുന്നു തോന്നുന്നു? മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വന്ന് എന്നെ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി. എന്തോ തോന്നി? വിശ്വാസം വന്നു. എല്ലാം എന്തോ ശക്തി ഉള്ളിട്ട്. മമ്മി പറയുമായിരുന്നു വരാൻ പറയായിരുന്നു, പക്ഷെ എനിക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും മദ്യപിക്കത്തില്ല, ഇനി ഒരിക്കലും മദ്യപിക്കത്തില്ല. നീ ഒരു കൊച്ചു കുഞ്ഞാ, ഇപ്പോഴേ പിശാചി തന്നെ എടുത്തിട്ട് അമ്മാനമാടാൻ നീ വിട്ടുകൊടുക്കരുത്. നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നീ മുന്നോട്ട് പോകണം. കർത്താവേ, കാൽവറിയിൽ എൻ്റെ യേശു ഒഴുക്കിയ അതേ തിരുരക്തം, ആ തിരുരക്തത്തിൻ്റെ അതേ ശക്തി ഇവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെയും വ്യാപരിക്കട്ടെ. എൻ്റെ പേരെന്താ? അരുൺ. അരുൺ, എന്താ വിഷയമായിട്ടാണ് വന്നേ? ഞാൻ ഇന്നലെ വൈകിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ നേരത്തെ ഇറങ്ങിയ TV വെച്ചപ്പോൾ ഹാർവസ്റ്റ് ലീവിൽ ഇരുമേന് ശുശ്രൂഷിക്കണുണ്ട് കയ്യത്തൽ. എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത വന്നു? അതെനിക്കറിയില്ല. ചില ടൈമിൽ ആത്മഹത്യ. എത്ര നാൾ കൊണ്ടിരിക്കാനുള്ള ചിന്തയുണ്ട്? എനിക്ക് നേവിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ആയിട്ട് അവിടെ നിന്ന് വിട്ട്, അപ്പോൾ അന്നോട്ട് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ കൈവച്ചപ്പം മോനെ എന്താ അനുഭവപ്പെട്ടു? കൈവച്ചപ്പോൾ ഒരു കറുത്തൊരാൾ ഉള്ളി കിടന്ന് ഇങ്ങനെ തള്ളണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു വെളുത്തൊരു പ്രകാശം നെഞ്ചിലോട്ട് വന്നു. അപ്പോൾ കറുത്താള് പറഞ്ഞു ഞാൻ പോകില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ കൈയും കാലൊക്കെ പടക്കണമെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. പറഞ്ഞു നീ പോയാൽ മതിയാവുമെന്ന് പറഞ്ഞു. വെളുത്ത പ്രകാശം മൊത്തം ശരീരത്തിലോട്ട് പകർന്നു. ഇതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത്ര നാളെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ദൈവം ഉണ്ടെന്ന്, പക്ഷെ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആത്മഹത്യ ചെയ്യണോ വേണ്ടായോ? വേണ്ട, യേശുവിൻ്റെ ഒപ്പമുണ്ട്. എനിക്കൊന്നും പേടിക്കാനല്ല. എന്ത് വന്നാലും യേശു മധ്യത്തിൽ. പെറ്റമ്മ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മാവിനെ നിത്യനരകത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്ന ആത്മഹത്യ. ദുഷ്ടൻ എപ്പോഴും അതിനു വേണ്ടിയാണ്. നിൻ്റെ ജോലി പോയില്ലേ, അതുകൊണ്ട് നീ മരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ശ്രേഷ്ഠമായതൊന്ന് നിൻ്റെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു വന്നത്. ആ യേശു വന്നത് ക്രിസ്ത്യാനിയെ രക്ഷിക്കാനല്ല, ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും വിടുവിക്കാനാണ്. പാപത്തിൽ നിന്ന്, അന്ധതയിൽ നിന്ന് വിടുവിക്കാൻ വന്ന ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കൊട്ടാരമോ അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ വസ്തുവകളോ ഒന്നുമല്ല, നിത്യജീവൻ. നമ്മളിവിടെ എന്തെല്ലാം ഉണ്ടാക്കിയാലും ആ നിത്യജീവൻ നമുക്ക് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചത് കൊണ്ട് യാതൊന്നുമില്ല. നിത്യ നരകമാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ളത്.
ഇന്ന് നീ കണ്ട യേശുവിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ ജീവിതത്തെ അന്ത്യം വരെ നടത്തട്ടെ. എന്താ മോനെ പേര്? വിമൽ. വിമൽ. എവിടെ സ്ഥലം? ചെറായി. ചെറായി. ചെറായില്ല. ഞാൻ വിചാരിച്ചു നീ ഒരു ബംഗാളിയല്ലായിരിക്കും. നിന്റെ നിപ്പൊക്കെ കണ്ടപ്പം നീ ഇങ്ങനെ മസിൽ പിടിച്ചൊക്കെ ഞാൻ ഒന്ന് വീഴുന്ന കാണട്ടെ എന്നൊക്കെ പറഞ്ഞല്ലേ നിന്നേ? അതെ. എന്നിട്ട് എന്താ സംഭവിച്ചു? പെട്ടെന്ന് തളർന്നുപോയി. അപ്പൊ ഈ യേശു നമ്മളെ തളർത്തിയിടുന്നവനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അല്ല. പിന്നെ വീണിട്ട് പിന്നെ എഴുന്നേറ്റപ്പോ എന്താ സംഭവിച്ചു? പെട്ടെന്ന് എന്തോ ഒരു തലയിലേക്ക് എന്തോ കയറണ പോലെ തോന്നി. തലയിലേക്ക് എന്തോ വെട്ടം കയറണ പോലെ തോന്നി. തലയെ വെട്ടം കയറുന്ന പോലെ തോന്നി. പിന്നെ എന്തോ പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ചെവി എൻ്റെ ഒരെണ്ണം കേൾക്കൂലാന്ന്. ഒരു ചെവി കേൾക്കൂലാന്ന്. ഇപ്പൊ കേക്കണ്ട്. ഉണ്ടോ? എത്ര നാളായിട്ട് ചെവി കേൾക്കുന്നില്ല? 5-6 വർഷം. 5-6 വർഷം. ഇപ്പം ഈ ചെവി ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നോക്കി. പേരെന്തുവാ? വിമൽ. അച്ഛൻ്റെ പേരെന്തുവാ? ആ ചെവി അടച്ചു പിടിക്കും. ബാബു. ആറ് വർഷമായിട്ട് കേൾക്കാതിരുന്ന ചെവിയെ കർത്താവ് തുറന്നു. മോൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്നു. എത്ര പഠിക്കുന്നു? പ്ലസ് 1 പഠിക്കുന്നു. ഈ ഒരു ചെവി കേൾക്കാത്തോണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ടീച്ചർമാര് പറയുമ്പോൾ കേൾക്കാൻ പറ്റൂല. പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എങ്ങനെ വീട്ടിൽ പറയുന്നത് വെളിയിൽ പറയുമ്പോൾ? ടീച്ചർമാർ പറയുമ്പോൾ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ ചെവിയെ തുറന്നു. നീ കർത്താവിന് എന്ത് കൊടുക്കും? പിന്നെ കൂടെ വന്നാരാ? ഈ മോൻ്റെ കൂടെ വന്നാരാ? ഇതാരാ? അമ്മയാണോ? എന്തോ പറയുന്നു? സന്തോഷം. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ഇന്നലെ TV കണ്ട്. അപ്പൊ ഇവൻ പള്ളിയിലൊന്നും വരൂല. ഇവൻ തിരുവേണ്ടി പ്രാർത്ഥന കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നീ തിരുവേണ്ടി വരുമെന്ന് വെച്ചപ്പോ ഇവൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു. ഒരു ഉറക്കം കഴിഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞ പോലെ തോന്നുന്നു. അതിന് അധിക സമയമൊന്നും ഇവിടെ കിടന്നില്ലല്ലോ. ഇല്ല, നല്ലൊരു ഉറക്കം കഴിഞ്ഞ മാതിരി തോന്നുന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞ പോലെ തോന്നുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ എന്താ നിനക്ക് തോന്നുന്നു? വന്നപ്പം ശ്വാസം മുട്ടായിട്ടാ വന്നത്. ഇപ്പൊ ഉറക്കം കഴിഞ്ഞപ്പോ ശ്വാസം മുട്ടുന്നില്ല. ആദ്യം വന്നപ്പോ ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഇപ്പൊ ശ്വാസം മുട്ടുന്നില്ല. എത്ര നാളായിട്ട് ശ്വാസം മുട്ടുണ്ട്? ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? പിന്നെ കൈയും കാലൊക്കെ തളരുന്ന മാതിരിയായിരുന്നു. ഇപ്പൊ രാവിലെ ഒരു ബ്രെഡും ഒരു ചായയെ കുടിച്ചിട്ടുള്ളൂ. ഇത്ര നേരം ഒന്നും നിൽക്കാറില്ല. ഒരു 10 മണിയായി കഴിഞ്ഞാൽ തന്നെ വീഴും. അപ്പം ഇന്ന് ഇത്ര നേരം നിന്നു. ഒരു കുഴപ്പമില്ല. ഇപ്പൊ കൈയും കാലും ഒന്നും തളരുന്നില്ല. പിന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വേറെ ശരീരം മൊത്തം. ഈ മരിച്ചുപോയ സഹോദരനെ കുറിച്ചുള്ള എന്തെങ്കിലും നിന്റെ മനസ്സിൽ കിടപ്പുണ്ടോ? മൊത്തത്തിൽ പേടിയായിരുന്നു എല്ലാരും കാണുന്നതും. സഹോദരനും ഒരു കൂട്ടുകാരനും വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അന്ന് മുതൽ നിനക്ക് ഭയം നിന്റെ മനസ്സിൽ വന്നു. ഇപ്പൊ എന്തോ തോന്നുന്നു? ഇപ്പം നല്ല ധൈര്യം തോന്നുന്നുണ്ട്. ഉറപ്പാണ്. മരിച്ചവർ മറ്റൊരു ലോകത്തിലേക്ക് പോയി. ഇനി അവരെ ചൊല്ലി ഭാരപ്പെട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ നിലമ്പൂരിൽ നിന്നല്ലേ വന്നേ? നിലമ്പൂര് വഴിക്കടവിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് വന്നതാ. അപ്പൊ തിരിച്ചു പോകുമ്പം നീ പഴയ ഹൃദയമായിട്ടല്ല പോന്നേ, പുതിയൊരു ഹൃദയമായിട്ടാ. സ്വർഗപിതാവേ, ഇവന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവശക്തി ഇവനിൽ വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ രക്തം ജയം. എന്താ പേരെന്താ? ജോൺ. എവിടുന്ന് വരുന്നേ? കോതമംഗലം. എത്ര വർഷമായിട്ട് മദ്യപിക്കുമായിരുന്നു? ഒരു 24 വർഷം. 24 വർഷം. അപ്പൊ കൈവച്ചപ്പോ എന്താ അനുഭവപ്പെട്ടെ? ഒരു ചൂട് അനുഭവപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് എന്തോ ഒരു ചൂടായിട്ടങ്ങ് തോന്നി. പ്രത്യേകിച്ചുള്ള ഒരു ചൂട്. പുകവലി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്.
ഇപ്പം എന്തോ തീരുമാനിച്ചു? വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു. ഉവ്വ. ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു. പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു. കണ്ടെത്തി എന്നെ മാറോടണച്ചു, പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. കണ്ടെത്തി എന്നെ മാറോടണച്ചു, പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. യേശുവേ ജീവിതം എന്തോ ഉള്ളിലോട്ട് കയറി വരുന്നത് പോലെ തോന്നി, എന്തോ ഇറങ്ങിപ്പോകുന്ന പോലും തോന്നി. അതെ. എന്ത് വിഷയട്ടോ? കുറച്ച് കുടുംബ പ്രശ്നങ്ങളും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം എന്തോ തോന്നുന്നു, വന്നതുപോലെയാണോ അതോ മനസ്സിന് സമാധാനം സന്തോഷം? സമാധാനവും സന്തോഷമുണ്ട്. എന്താ ഷോക്ക് മാറിയോ? എന്താ അനുഭവപ്പെട്ടു? എന്തോ ഒരു ശക്തി മേത്തേക്ക്, എന്തോ ഒരു ശക്തി വന്ന പോലെ എനിക്ക് എന്തോ ഉള്ളിന്ന് പുറത്തേക്ക് പോയി. മോളെന്താ വിഷയട്ടോ? ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ശരി ഒരുപാട് നാളായിട്ട് ജോലി കിട്ടുന്നില്ല അല്ലേ? ഭാരത്തോടു കൂടിയാണ് കടന്നു വന്നേ. മോളെന്താ പറയുന്നു? എന്തോ ഒരു ശക്തി ഉള്ളിലേക്ക് കയറുന്ന പോലെ, അതേപോലെ തന്നെ കുറച്ചൊരു സമാധാനം കിട്ടിയത് തോന്നുന്നു. മോളെന്താ ചെയ്യുന്നത്? ഞാൻ MBBS തേർഡ് ഇയർ പഠിക്കുക. മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ടോ? ഇല്ല. ഈ ശക്തിയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ദൈവത്തിൻ്റെ ഒരു ശക്തി കിട്ടിയതുപോലെ, ഉള്ളിൽ കുറച്ച് വിറയലെല്ലാം മാറിയതുപോലെ. എന്തൊക്കെ വിഷയമായിട്ടാ മോള് വന്നേ? എനിക്ക് 2 വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ടോൺസിലെക്ടമി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാലും എനിക്ക് തീരെ കഴിക്കാനാവുന്നില്ല, ഒട്ടും തന്നെ കഴിച്ചത് മൊത്തം ഛർദ്ദിച്ചു പോകുന്നു. എപ്പോഴും അങ്ങനെയാണോ അതോ? ഇപ്പോൾ വീട്ടിൽ. ഇപ്പം നീ പ്രാർത്ഥനയ്ക്ക് ശേഷം നീ വെളിയിൽ പോയി എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കഴിക്കും. ഉറപ്പ്. ഇനി കഴിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഉറപ്പ്. ഇവളുടെ നന്മകളുടെ മേൽ, ശരീരത്തിന് മേൽ ശത്രു കെട്ടിവെച്ചിരുന്ന കെട്ടുകൾ പൊട്ടി മാറിയിരിക്കാൻ സ്തോത്രം.
സുമ. ഈ അന്ധകാരത്തെ കൊണ്ട് എത്ര നാൾ നടക്കുക? എന്തൊക്കെ വിഷയമായിരുന്നുണ്ട്? ശരീരത്ത് വയറ്റിന് മുഴയുണ്ട്, കഷത്ത് മുഴയുണ്ട്, ഷുഗർ, പ്രഷർ, മുട്ടുവേദന. ഇല്ലാത്ത ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കൈ വെച്ചപ്പോ എന്തൊക്കെയാ അനുഭവപ്പെട്ടെ? ശരീരത്തിൽ നിന്ന് എന്തോ പോകണ പോലെ. ഉറപ്പാണ്. യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഉറപ്പാണ്. ഈ കർത്താവിന് എന്തോ കൊടുക്കും? കർത്താവ് ഞാൻ എന്റെ ഹൃദയത്തെ കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറയാ. എന്റെ ഹൃദയത്തെ കൊടുക്കുന്നു. ഹൃദയത്തെ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി കരങ്ങൾ അടിച്ചു. വഹിച്ചു മലമേൽ നടന്ന്. എന്താ പറയാൻ? പേടി മാറി. ധൈര്യമായിട്ട് പറയാത്ത എന്താ? നിനക്ക് വീഴുമെന്നുള്ള പേടിയില്ലല്ലോ നീ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്നത്? ഈ അകത്തിരുന്ന സാധനം പോയോ ഇല്ലയോ? പോയി. എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവം. എന്തോ കൊണ്ടാ വന്നേ? എനിക്ക് വയറ്റിന് പ്രശ്നമായിരുന്നു, നെഞ്ചിനകത്ത് ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്കകത്ത്. വയറിനെന്ത് പ്രശ്നം? വയറിന് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഗ്യാസ് കയറുന്ന പോലെ എനിക്ക് തോന്നുക. അത് തൊണ്ടയ്ക്ക് വന്നതെന്ന് വെച്ചാൽ തലയ്ക്കകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് എനിക്ക്. എത്ര നാളായിട്ടുണ്ട് ഇങ്ങനെ? ഇപ്പം 2 മാസം കൂടുതലാവുന്നു. ഇപ്പൊ കൈവച്ചപ്പോ എന്താ അനുഭവപ്പെട്ടു? എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടു പോകുന്നത് പോലെ തോന്നി എനിക്ക്. എവിടുന്നാ വരുന്നേ? ആലപ്പുഴയിൽ നിന്ന്. ജയശ്രീ. ജയശ്രീ, കണ്ണടച്ച മോളെ. സ്വർഗീയ പിതാവേ, യേശു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിപ്പാൻ ദൈവശക്തി വെള്ളം മേൽ വ്യാപരിച്ചിരിക്കുക. സ്തോത്രം. എന്താ വിഷയമായിട്ട് നമ്മൾ വന്നേ? സൂയിസൈഡ് ചെയ്യാനുള്ള. എൻ്റെ അമ്മേ, എത്ര പ്രാവശ്യം അങ്ങനെ ആലോചിച്ചു? കുറേ പ്രാവശ്യം ആലോചിച്ചു. കുറേ പ്രാവശ്യം. എന്താ കാര്യം? ജോബ് ശരിയാവാത്ത. എന്താ കഴിഞ്ഞേ? നേഴ്സിംഗോ? നേഴ്സിങ്ങിന് ജോലി കിട്ടാതെ കുവൈറ്റ് പോയിട്ട് ജോലി ശരിയായില്ല. എന്തായിരുന്നു പ്രശ്നം? അവിടെ ഏജന്റ് കളിപ്പിച്ചു. ഇന്ന് ഇവിടെ വചനം പറഞ്ഞ നീ കേട്ടോ? കേട്ടു. ഈ കല്ലായുള്ള ഹൃദയമായിട്ടാണ് നീ പോകാൻ പോകുന്നത്? അല്ല, സ്നേഹമുള്ള ഹൃദയമായിട്ട്. സ്നേഹമുള്ള. ആരുടെ ഹൃദയമായിട്ടാണ് പോകാൻ പോകുന്നത്? ഈശോയുടെ. അങ്ങനെയാണ് ഇനി ആത്മഹത്യ ചെയ്യണോ? വേണ്ട. ഉറപ്പാണോ? ഉറപ്പ്. ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യ എന്ന് പറയത്തില്ല. മോളെ, നിനക്ക് ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നിന്റെ കയ്യിൽ എത്താത്തതെന്ന് ചോദിച്ചാൽ, ഈ പഴയ ഹൃദയമായിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ആത്മഹത്യ ചെയ്യണം. അമ്മ വഴക്ക് പറയുമ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വിഷമമാണ് നമുക്ക്. ഫസ്റ്റ് മാരേജ് ഡിവേഴ്സായിപ്പോയി. അപ്പോൾ നമുക്ക് വിഷമം. പിന്നെ എപ്പോഴും പറയും ഞാൻ മരിക്കുക എന്ന് എപ്പോഴും പറയും. ഒരാഴ്ചയാണ് തൃശ്ശൂരിനപ്പുറം ചുവന്ന മണ്ണ്. ഇനി നീ ആത്മഹത്യ ചെയ്യത്തില്ല. പുതിയ ഹൃദയമായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയമായിട്ട് ജീവിക്കും. കർത്താവേ, ഇവളുടെ മനസ്സിൽ ശത്രു വിട്ട എല്ലാ അന്ധകാരവും വഹിച്ചു മലമേൽ നടന്ന് രാജഘോഷ
യാത്രയതെനിക്കു വേണ്ടി ക്രൂശും വഹിച്ചു മലമേൽ നടന്ന് രാജഘോഷയാത്രയതെനിക്കു വേണ്ടി മുൾക്കിരീടം മുൻകിരീടമായി മരക്കുരിശു സിംഹാസനമായി മുൾക്കിരീടം പൊൻകിരീടമായി മരക്കുരിശു സിംഹാസനമായി യേശുവേ എൻ ജീവിതം പൂർണ്ണമായി നിൻ കരങ്ങളിൽ യേശുവേ എൻ ജീവിതം പൂർണ്ണമായി നിൻ കരങ്ങളിൽ കരഞ്ഞു പ്രിയനേ എനിക്കവകാശമൊന്നും കരഞ്ഞു പ്രിയനേ എനിക്കവകാശമൊന്നും. എന്താ വിളിച്ചോ വന്നേ? ലൈറ്റ് കത്തുന്നു. ഭയങ്കര ലൈറ്റ് അടിച്ചു അല്ലേ? എന്നിട്ട് എന്താ തോന്നുന്നു? ഒരു സുഖമുണ്ട്. സുഖമുണ്ട്. മോൻ്റെ പേരെന്തോ? സച്ചിൻ. സച്ചിൻ. ക്രിക്കറ്റ് താരമാണോ? എവിടുന്നാ വരുന്നേ? ആലപ്പുഴന്ന്. ഒരു വെളിച്ചം വന്നു ഇല്ലേ? ആ വെളിച്ചം എവിടുന്നാ വന്നേ? യേശുവിൽ. കരമടിച്ച് മോനെന്താ അനുഭവപ്പെട്ടെ? എന്തോ ഇരുട്ടിറങ്ങി പോണേ കൂട്ടു. ഇരുട്ടിറങ്ങി പോന്ന പോലെ തോന്നി. വെളിച്ചം വേണ പോലെ. വെളിച്ചം വന്ന പോലെ തോന്നി. നിനക്കെന്താ അനുഭവം? മനസ്സിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലെ. തലയ്ക്ക് ഭയങ്കര ചൂട്. ചിലക്ക് ചൂട്. ചൂടവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആ അതകത്തോട്ട് ഇറങ്ങിയില്ലയോ? ഇറങ്ങില്ല. തലവേദനയായിരുന്നു ഇവിടെ വന്നപ്പം ഞാൻ അമ്മയുടെ ഇത്തിരി വെള്ളം മേടിച്ചു കുടിച്ചു. ഇപ്പൊ തലവേദനയില്ല. വെള്ളം മേടിച്ചു കുടിച്ചോണ്ടാ തലവേദന പോയി? അല്ല, ചൂട് വന്നപ്പോ തലവേദന ഇല്ല. ദൈവശക്തി വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും
ശുദ്ധാത്മാവേ നിൻ മഹിമയോടെ നിൻ മഹത്വം എന്നിൽ എൻ്റെ ബലം എനർജി മുഴുവൻ പോകുന്ന പോലെ തോന്നി. എന്നിട്ട് ഇപ്പം എന്താ എഴുന്നേറ്റപ്പോൾ സംഭവിച്ചു? അത് എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, പേടിയുണ്ടായിരുന്നു. അത് എൻ്റെ പപ്പയുടെ ഓർമ്മയും കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. അത് മരിച്ച അന്ന് മുതലേ ഉള്ളതാ. പക്ഷെ ഇപ്പം അതെന്തോ പിടിച്ചു കെട്ടിയ പോലെ പെട്ടെന്ന് പിടിച്ചു കെട്ടി. 1.5 വർഷം മുമ്പ് പിതാവ് ആക്സിഡന്റ് മരിച്ചു അല്ലേ? ആക്സിഡന്റ് മരിച്ചപ്പോൾ തൊട്ട് നിന്റെ മനസ്സിലൊരു ഭയവും ഭാരവും ഉണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ ആ സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടാബ്ലറ്റ് ഉണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നും നമുക്കറിയണ്ട. 1 വർഷത്തോളം ഞാൻ അത് യൂസ് ചെയ്യായിരുന്നു. ഇപ്പം അത് കഴിച്ച പോലെ മൈൻഡ് ഫ്രീയാ. ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ഫ്രീ ആയിട്ടിരിക്കും. ഇപ്പം മൈൻഡ് ഫ്രീ ആയി. കണ്ണടച്ച മോളെ. സ്വർഗപിതാവേ, ആണിപ്പാടുള്ള കരുത്താൽ നിന്റെ മകളെ തൊട്ടതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ക്രൂശിലെ നിർമ്മലമായ രക്തത്തിൻ്റെ ശക്തി ഇവളുടെ ശരീരത്തിൻ്റെ ഓരോ സിരകളിലും വ്യാപരിച്ചിരിക്കുക. സ്തോത്രം. ബുദ്ധിമണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. അന്ധകാരത്തിൻ്റെ മേൽ ജയമെടുത്തവനെ, നിൻ മഹിമയോടെ നിൻ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. ശുദ്ധാത്മാവേ നിൻ മഹിമയോടെ നിൻ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. സ്വന്തം ലോകമോ അന്യം ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. ഞാൻ നിൻ സ്വന്തം ലോകമോ അന്യം